നമുക്കിന്നൊരു കരിക്കിൻ്റെ ദോശ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി കുറച്ച് ഉലുവയും വെള്ളത്തിലിട്ട് ഒരു 5 മണിക്കൂർ കുതിർത്ത് വയ്ക്കുക. മെയിനായിട്ട് വേണ്ടത് കരിക്ക് 2 കപ്പ്, 1 കപ്പ് ചോറ് ചുമന്ന അരിയുടെ ചോറാണ് ഞാൻ എടുത്തിരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരിയുടെ ചോറ് എടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ടേസ്റ്റിന് ആവശ്യത്തിന് ഉപ്പ്. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം, കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്ത് ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അപ്പോൾ തന്നെ നൈസായിട്ട് ഉണ്ടാക്കി അതിൻ്റെ മീതെ വേണമെങ്കിൽ കുറച്ച് നെയ്യ് തൂകി ചൂടോടെ ഉപയോഗിക്കാം. ഞാൻ ഇതിനു മുമ്പേ ഒരു കടലക്കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ആ കടലക്കറിയും ഈ കരിക്കിൻ്റെ ദോശയും നല്ല ഒരു കോമ്പിനേഷനാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത മാവ് ഇത്രയും ലൂസായിട്ട് വേണം നമ്മൾ കലക്കിയെടുക്കേണ്ടത്. ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ട് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് എണ്ണ തൂത്തതിന് ശേഷം മാവ് കോഴി ഒഴിച്ച് ചെറുതായിട്ട് നൈസായിട്ട് പരത്തി, അധികം മൂക്കണ്ട, പെട്ടെന്ന് മറിച്ചിടണം. പിന്നെ അതിൻ്റെ പുറത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യ് എന്തെങ്കിലും ഒഴിച്ച് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. അത് കരിക്ക് ആയതുകൊണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ദോശയാണ്. ഞാൻ ദോശ ചുട്ടെടുത്തിട്ട് കാണിക്കാം. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കണം.